ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മുട്ടച്ചോറ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ലഞ്ചായിട്ടും ഡിന്നറായിട്ടുമെല്ലാം തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഈ ഒരു മുട്ടച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ്. 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. പൊടികൾ ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത് 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബീൻസ് 1/4 കപ്പ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മുട്ടച്ചോറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇപ്പോൾ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കണം. മുട്ട ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്. ഒരു 30 സെക്കൻഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ടയെല്ലാം പൊടിഞ്ഞ് തരിതരിയായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മുട്ട കുക്ക് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുട്ട ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. മുട്ട നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ബസ്മതി റൈസ് കുക്ക് ചെയ്തെടുത്ത 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു എഗ് റൈസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ എടുക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഉപ്പ് കറക്റ്റ് പാകത്തിനാണുള്ളത്. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റൈസ് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. വേറെ കറികൾ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എഗ് റൈസ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്